ഹലോ നമസ്കാരം, ഞാൻ മൈജു ജെറോം. നമ്മളിവിടെ 2004 മുതൽ 2020 വരെയുള്ള പ്രീവിയസ് കേരള PSC ഇലക്ട്രോണിക്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഡിസ്കസ് ചെയ്യുകയാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ ക്ലാസ്സാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത്. ആദ്യത്തെ പാർട്ട് 1 ക്ലാസ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഓക്കെ, നമുക്കിപ്പം പാർട്ട് 2ലേക്ക് പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 2016 വൊക്കേഷണൽ ടീച്ചർ MRTV VHSCയിലെ ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ ആരും ഈ ക്വസ്റ്റ്യൻ വായിച്ചു പോലും നോക്കത്തില്ല. അത്രയും വലിയ വലിപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്. അത് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ട ആളുടെ ഉദ്ദേശവും. ഈ ക്വസ്റ്റ്യൻ വായിച്ച് ആരും ആൻസർ എഴുതരുതെന്നുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ ഇതിൻ്റെ ആൻസർ നമുക്ക് വേഗം കിട്ടും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. കൺസിഡർ ആൻ ഐഡിയൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം. നോ എക്സ്റ്റേണൽ ഫോഴ്സസ് ഓർ ഫീൽഡ്സ് ആർ അപ്ലൈഡ് ടു ദിസ് സെമി കണ്ടക്ടർ at temperature above 0 Kelvin. The electron concentration in the conduction band is non-zero because എന്നുവെച്ചാൽ ഇതിനകത്ത് ഇപ്പോൾ ക്വസ്റ്റ്യനിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണെന്ന് പറഞ്ഞാൽ ഐഡിയൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. അപ്പോൾ അതിനകത്ത് ഒരു ഇമ്പ്യൂരിറ്റിയും ഇല്ലെന്നാണ് ആ ഒരു വേഡിൽ നിന്ന് മനസ്സിലാവേണ്ടത്. അടുത്തത് ഫോഴ്സസോ ഫീൽഡോ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. പിന്നെന്താ, പക്ഷേ കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺ 0 അല്ല, അവിടെ ഇലക്ട്രോൺ പ്രസൻ്റ് ആണ്. ഇനി നമുക്കിനി ഓപ്ഷൻ ഓരോന്നും മനസ്സിരുത്തി വായിച്ചു നോക്കാം. ഓപ്ഷൻ എ, സം ഇലക്ട്രോൺസ് ഫ്രം ഡോപ്പൻഡ് ആറ്റം വിൽ ഓവർകം ദ ബാൻഡ് ഗ്യാപ്പ് ബൈ ഗെയിൻഡ് തെർമൽ എനർജി. ഓക്കെ, ഇവിടുത്തെ നോക്കിയ ഡോപ്പൻഡ് ആറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ ഡോപ്പിംഗ് നടന്നിട്ടുണ്ടോ? ഇല്ല. ഐഡിയൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ ബി, സം ഇലക്ട്രോൺസ് ഫ്രം കണ്ടക്ഷൻ ബാൻഡ് വിൽ ഓവർകം ദ ബാൻഡ് ഗ്യാപ്പ് ബൈ ഗെയിൻഡ് തെർമൽ എനർജി. കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോൺസ് അല്ല തെർമൽ എനർജി ഗെയിൻ ചെയ്ത് ഓവർകം ചെയ്യുന്നത്. അപ്പം അത് കണ്ടക്ഷൻ ബാൻഡ് അല്ല. അപ്പം ഓപ്ഷൻ ബി തെറ്റാണ്. ഓപ്ഷൻ സി, some electrons from dopant atom will overcome the ionization energy by gained thermal energy. വീണ്ടും അതിനകത്ത് ഡോപ്പൻ്റ് ആറ്റം എന്ന് വന്നിട്ടുണ്ട്, ഇവിടെ ഡോപ്പിംഗ് നടത്തിയിട്ടില്ല. ഓപ്ഷൻ ഡി, സം ഇലക്ട്രോൺസ് ഫ്രം വാലൻസ് ബാൻഡ് വിൽ ഓവർകം ദ ബാൻഡ് ഗ്യാപ്പ് ബൈ ഗെയിൻഡ് തെർമൽ എനർജി. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് നമ്മൾ പറഞ്ഞു ഇൻട്രിൻസിക് ആയാലും എക്സെൻട്രിക് ആയാലും നമ്മൾ തെർമൽ എനർജി കൊടുത്തില്ലെങ്കിലും കൊടുക്കുമ്പം അല്ലെങ്കിൽ 0 കെൽവിൻ ആണെങ്കിലും അതിന് കുറച്ച് എനർജി കിട്ടുമല്ലോ. ആ എനർജി ഉപയോഗിച്ച് ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഓവർകം ചെയ്യാൻ നോക്കും. വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക്, അല്ലാതെ കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് വാലൻസ് ബാൻഡിലേക്കല്ല. അത് ഓർത്തിരിക്കണം. വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡാണ്. അതാണ് ഇവിടെയും ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2005 അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ PWDയിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ് അടുത്തത്. കണ്ടക്ഷൻ ഇലക്ട്രോൺ ഹാവ് മോർ മൊബിലിറ്റി ദാൻ ഹോൾസ് ബിക്കോസ് ദേ. ഓപ്ഷൻ എ, ആർ ലൈറ്റർ. ഓപ്ഷൻ ബി, എക്സ്പീരിയൻസസ് കൊളിഷൻ ലെസ് ഫ്രീക്വൻസി. ഓപ്ഷൻ സി, ഹാവ് നെഗറ്റീവ് ചാർജ്. ഓപ്ഷൻ ഡി, നീഡ് ലെസ് എനർജി ടു മൂവ് ദം. ഓക്കെ, ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, നീഡ് ലെസ് എനർജി ടു മൂവ് ദം. ഓക്കെ, ഇതിൻ്റെ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഹോൾസിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് ഞാൻ പറയാം. ഒരു 10 ചെയർ നിരനിരയായിട്ട് നീട്ടി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അതിലേക്ക് ഞാൻ പറയുകയാണ് ഒരു 9 പേര് ഇരിക്കാൻ. അപ്പോൾ എങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ 9 ചെയറിൽ 9 പേരിരുന്ന് അതിൻ്റെ വലത്തേ അറ്റത്തെ കസേര എംറ്റിയാക്കി ആരെയും ഇരുത്താതെ വെച്ചു. ഇനി ഞാൻ എല്ലാവരോടും പറയുകയാണ്, നിങ്ങളിരിക്കുന്ന കസേരയുടെ വലതുവശത്തേക്കുള്ള കസേരയിലേക്ക് തൊട്ടടുത്ത വലതുവശത്തെ കസേരയിലേക്ക് മാറിയിരിക്കാൻ. അപ്പോൾ എല്ലാവരും അങ്ങനെ മാറിയിരിക്കുമ്പം ഏറ്റവും ഇടതുവശത്തെ കസേര എംറ്റി ആവും. അതായത് ആദ്യം
ഏറ്റവും വലത് സൈഡിലെ കസേര എം ടി ആയിരുന്നു. ഞാൻ മാറിയിരിക്കാൻ പറഞ്ഞതിന് ശേഷം ഇടതുവശത്തെ കസേര എം ടി ആയി. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ കസേര, വലതുവശത്തെ കസേര മൂവ് ചെയ്ത് ഇടതുവശത്ത് പോയി ഇരുന്നതല്ല. ഇതിലെ ആൾക്കാർ മാറിയിരുന്നപ്പോൾ ഈ വലതുവശത്തെ എം ടി ആയിട്ടുള്ള സ്പേസ് മാറി ആ എം ടി സ്പേസ് ഇടതുവശത്തിലേക്ക് മാറിയതാണ്. ഇത് തന്നെയാണ് ഹോൾ എന്ന കൺസെപ്റ്റ്. ഹോൾ എന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഹോൾ ഇലക്ട്രോൺ പോലെയുള്ളൊരു എലമെൻ്റ് അല്ല. അവിടെ എം ടി ആയിട്ടുള്ള എം ടി സ്പേസിനെയാണ് നമ്മൾ ഹോൾ എന്ന് പറയുന്നത്. ഈ വാലൻസ് ഇലക്ട്രോൺ ഇങ്ങനെ അടുത്തടുത്ത എം ടി സ്പേസിലേക്ക് മൂവ് ചെയ്ത് പോകുമ്പം ഉണ്ടാകുന്ന സ്പേസിങ്ങിനും മൂവ്മെൻ്റ് ഉണ്ടാവും. ഈ സ്പേസിങ് മൂവ്മെൻറ്റിനെയാണ് ഹോൾ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 2005 വൊക്കേഷൻ ഇൻസ്ട്രക്ടറിൽ ചോദിച്ചതാണ്. ഇൻ ആൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ദെയർ ആർ ഓപ്ഷൻ എ no minority carriers, option B immobile positive ions, option C immobile negative ions, option D holes as majority carriers. ഓക്കെ, നമുക്ക് ഓപ്ഷൻ ഓരോ നോക്കാം. ഓപ്ഷൻ എ നോ മൈനോറിറ്റി കാരിയേഴ്സ്, അതായത് എൻ ടൈപ്പിൽ മൈനോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആണ്. അപ്പം മൈനോറിറ്റി കാരിയേഴ്സ് ഇല്ലെന്ന് പറയുന്നത് ശരിയല്ല. ഓക്കെ, ഓപ്ഷൻ ബി ഇമ്മൊബൈൽ പോസിറ്റീവ് അയൺസ്. ഓക്കെ, നമ്മൾ എൻ ടൈപ്പിൽ ഡോപ്പ് ചെയ്യുന്നത് ഡോണർ ഇമ്പ്യൂരിറ്റിയാണ്. അതായത് അതിന് എസ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം നമ്മൾ ഡോണർ ഇമ്പ്യൂരിറ്റി ഡോപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എനർജി കൊടുക്കുമ്പോഴത്തേക്കും ഇലക്ട്രോൺസ് ഫ്രീ ആവും. ഇലക്ട്രോൺസ് ഫ്രീ ആകുമ്പോഴത്തേക്കും ഈ ഡോണർ ആറ്റം എന്ന് പറഞ്ഞാൽ ഫോസ്ഫറസ്, ആഴ്സനിക്, ആൻറ്റിമണി, ബിസ്മത്ത്, ഇതായിരിക്കും. സിലിക്കണും ജെർമേനിയും അല്ല. ആ ഫോസ്ഫറസ്, ആഴ്സനിക്, ആൻറ്റിമണി, ബിസ്മത്ത്, ആ ഡോണർ ആറ്റം ഇലക്ട്രോണിനെ നഷ്ടപ്പെടുമ്പോൾ എന്താ പോസിറ്റീവ് അയോൺസായിട്ട് മാറുന്നു. പി ടൈപ്പിലാണെങ്കിൽ ഈ പി ടൈപ്പിൽ അക്സെപ്റ്റർ ആറ്റംസ് ഫിക്സഡ് ആയിട്ടുള്ള ഇമ്മൊബൈലായിട്ടുള്ള നെഗറ്റീവ് അയോൺസായിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ എൻ ടൈപ്പാണ്. അപ്പോൾ ആൻസർ ബി ഇമ്മൊബൈൽ പോസിറ്റീവ് അയോൺസ്. ഇനി ഓപ്ഷൻ ഡി കൂടെ നോക്കാം. ഹോൾസസ് മെജോറിറ്റി കാരിയേഴ്സ്. അത് എന്തുകൊണ്ടാണ് തെറ്റ്? എൻ ടൈപ്പിൽ ഹോൾസ് മൈനോറിറ്റി കാരിയേഴ്സാണ്. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഓപ്ഷൻ ഡി ഇമ്മൊബൈൽ പോസിറ്റീവ് അയോൺസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 2005 അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ KCB ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദ മെറ്റീരിയൽ വിച്ച് ഈസ് നോട്ട് എ സെമി കണ്ടക്ടർ ഈസ് ഓപ്ഷൻ എ സെലിനിയം, ഓപ്ഷൻ ബി ഗാലിയം ആർസനൈഡ്, ഓപ്ഷൻ സി സിലിക്ക, ഓപ്ഷൻ ഡി കാർബോറാൻഡം. ഓക്കെ, നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഭയങ്കര സിമ്പിളാണെങ്കിലും ഇതിൻ്റെ മിക്കവാറും ആൻസേഴ്സ് ആരും എഴുതാൻ സാധ്യതയില്ല. കാരണം നമ്മൾ സാധാരണ പഠിക്കുന്നത് സിലിക്കൺ, ജെർമേനിയം, ഗാലിയം ആർസനൈഡ്, ഗാലിയം ഫോസ്ഫൈഡ് ഒക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഇത് ആ വർഷം ചോദിച്ചൊരു ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു ഇത്. മിക്കവാറും ആരും ആൻസർ എഴുതാതെ പോയ ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം സെലിനിയം ഓപ്ഷൻ എ സെലിനിയവും സെമി കണ്ടക്ടറാണ്. ഓപ്ഷൻ ബി ഗാലിയം ആർസനൈഡ്, അത് നമുക്കറിയാം, അത് സെമി കണ്ടക്ടറാണ്. ഓപ്ഷൻ ഡി കാർബോറാൻഡം എന്ന് വെച്ചാൽ സിലിക്കൺ കാർബൈഡിനെയാണ് കാർബോറാൻഡം എന്ന് പറയുന്നത്. സോ സിലിക്കൺ കാർബൈഡ് സെമി കണ്ടക്ടറാണ്. ഓപ്ഷൻ സി സിലിക്ക SiO2 സിലിക്ക എന്ന് പറയുന്നത് ഒരു ഇൻസുലേറ്ററാണ്. അപ്പോൾ എല്ലാവരും ഓർക്കുക, സിലിക്ക ഇതിൽ ഇൻസുലേറ്ററാണ്, ബാക്കിയെല്ലാം സെമി കണ്ടക്ടറാണ്. ഇതെല്ലാം സെമി കണ്ടക്ടറിൻ്റെ എക്സാമ്പിളായിട്ട് എല്ലാവരും ഓർത്ത് വയ്ക്കേണ്ടതാണ്. ഇനിയുള്ള PSC പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാൻ. 2008 അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇൻ KCB ചോദിച്ച ക്വസ്റ്റ്യനാണ്. സിലിക്കൺ ഡിവൈസസ് ആർ യൂസ്ഡ് ഫോർ ഹൈ ടെമ്പറേച്ചർ ആപ്ലിക്കേഷൻസ് കമ്പയർഡ് ടു ജെർമേനിയം ബിക്കോസ് ഓപ്ഷൻ എ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഈസ് ലെസ് ഇൻ സിലിക്കൺ, ഓപ്ഷൻ ബി സിലിക്കൺ ഈസ് മോർ തെർമലി സ്റ്റേബിൾ, ഓപ്ഷൻ സി സിലിക്കൺ ക്യാൻ ഡിസിപ്പേറ്റ് മോർ പവർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ഓക്കെ, ആൻസർ പറയുന്നതിന് മുമ്പ് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ സിലിക്കണാണ് സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്.
ജെർമേനിയത്തേക്കാൾ. അതിന് കാരണം 5 റീസണാണ്. 1, ലീക്കേജ് കറണ്ട് സിലിക്കണിനെക്കാട്ടിയും കുറവാണ് ജെർമേനിയത്തിന്. 2, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് സിലിക്കണ്ടത് ഹയറാണ് ജെർമേനിയത്തിനെയും കാട്ടി. 3, ബാൻഡ് ഗ്യാപ്പ് സിലിക്കണ് ജെർമേനിയക്കാട്ടും കൂടുതലാണ്. അതായത് സിലിക്കണ് 1.1 ഇലക്ട്രോൺ വോൾട്ടും ജെർമേനിയത്തിന് 0.7 ഇലക്ട്രോൺ വോൾട്ടും ആണല്ലോ. ദെൻ 4-മത്തെ കാര്യം എന്ന് വെച്ചാൽ സിലിക്കൺ ഈസിലി അവൈലബിൾ ആണ്. 5-മത്തെ കാര്യം ഫാബ്രിക്കേഷൻ സിലിക്കണിൽ സിമ്പിളാണ്. ഈ 5 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നോക്കുകയാണെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യാൻ കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു സിലിക്കണിൻ്റെ ബാൻഡ് ഗ്യാപ്പ് ജെർമേനിയത്തേക്കാൾ കൂടുതലാണ്. അപ്പം ജെർമേനിയം ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഇലക്ട്രോൺസിന് ഈ പൊട്ടൻഷ്യൽ എനർജി എന്നല്ലാതെ ഹൈ ടെമ്പറേച്ചർ കണ്ടീഷനിൽ തെർമൽ എനർജിയും കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം ഇതിലെ ഇലക്ട്രോൺസ് ഈ തെർമൽ എനർജി അറ്റൈൻ ചെയ്ത് ഫ്രീ ഇലക്ട്രോൺ ആവും, അതായത് കണ്ടക്ഷൻ തുടങ്ങും. അപ്പം ഈ ജെർമേനിയത്തിന് 0.7 ഇലക്ട്രോൺ വോൾട്ട് ബാൻഡ് ഗ്യാപ്പ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് പെട്ടെന്ന് ഹൈ ടെമ്പറേച്ചർ സമയത്ത് ഈ തെർമൽ എനർജി കിട്ടുമ്പോൾ പെട്ടെന്ന് ഫ്രീ ഇലക്ട്രോൺസിനെ കിട്ടി മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ജെർമേനിയൻ ഡിവൈസസിൽ നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമാവും. അപ്പോൾ ജെർമേനിയത്തിന് ഹൈ ടെമ്പറേച്ചറിൽ സ്റ്റെബിലിറ്റി കുറവാണ്. സിലിക്കന് 1.1 ബാൻഡ് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഈ നോയ്സസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. സോ തെർമലി സ്റ്റേബിൾ ആണ് സിലിക്കൺ. ഇനി നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ, റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഈസ് ലെസ് ഇൻ സിലിക്കൺ. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് കുറവാണ്. പക്ഷേ ഈ ഹൈ ടെമ്പറേച്ചർ ആപ്ലിക്കേഷന് കാരണം അതല്ല. സിലിക്കൺ ഈസ് മോർ തെർമലി സ്റ്റേബിൾ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, സിലിക്കൺ ഈസ് മോർ തെർമലി സ്റ്റേബിൾ. എല്ലാവർക്കും ക്ലാസ്സുകൾ മനസ്സിലായെന്ന് കരുതുന്നു. കൂടുതൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.